ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സിമ്പിൾ ഒരു പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ശർക്കര 1/2 കിലോ എടുത്തിട്ടുണ്ട്. ശർക്കര നല്ല കളറില്ല, നല്ല ഡാർക്ക് കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ പായസത്തിന് നല്ല കളർ കിട്ടും. ഇത് 1/2 kg ആണ്. പിന്നെ ഇതിനകത്ത് നെയ്യ് നമ്മളിതിനകത്ത് ചേർക്കുന്നത് കൗ മിൽക്കാണ് കേട്ടോ. ഇതാണ് ഇതിനകത്ത് താരം. കൗ മിൽക്ക് ചേർത്തിനാണ് ഈ പരിപ്പ് പായസം ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് തേങ്ങ പിഴിയലില്ല, ചിരണ്ടണ്ട, പിഴിയണ്ട, എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ചുക്കും ഏലക്കയും പൊടിച്ചത്, കാഷ്യൂ ആൻഡ് കിസ്മിസ്. നമുക്കിത് വേവാൻ വയ്ക്കാം. പരിപ്പ് കുക്കറിൽ വേകാൻ വയ്ക്കാണ്. പരിപ്പിന് വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല, കുറച്ച് അധികം വെള്ളം ചേർക്കണം. ഇപ്പോൾ പരിപ്പ് ഇടുന്നതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിക്കുക. അത് പെട്ടെന്ന് വേകുമ്പോൾ കട്ട കൂടാനൊക്കെ ചാൻസ് ഉണ്ട്, അടി പിടിക്കാനൊക്കെ. അപ്പോൾ ഇത്തിരി കൂടുതൽ വെള്ളം ചേർക്കുക. പിന്നെ പായസത്തിന് ആവശ്യമുള്ള വെള്ളം ആദ്യം തന്നെ ചേർക്കുന്നത് നല്ലത്. അപ്പം ഇത് ഒരു വിസിൽ അടിച്ചാൽ മതി. ഒറ്റ സ്റ്റീമിലെടുക്കാം. ഓഫ് ചെയ്തിടുക. സ്റ്റീം പോയി കഴിയുമ്പോൾ തുറക്കാം. തുറന്നിട്ടോ, പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പ് ഏകദേശം ഈ ഒരു പാകത്തിന് വേവണം. ഒത്തിരി വെന്തും പോകരുത്, എന്നാൽ ആവശ്യത്തിന് വേഗം വേണം. ആ ഒരു പാകത്തിലെടുക്കുക. ഇതിലേക്ക് ശർക്കര ഉരുക്കിയ വെള്ളം ചേർത്തു. ശർക്കര ഉരുക്കിയ വെള്ളം കുറച്ച് ധാരാളമായിട്ട് ചേർക്കണം. ഈ പായസത്തിൽ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞാൽ പായസം കട്ട പിടിച്ചിരിക്കില്ല. പായസം ഇരിക്കും തോറും കുറുകുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ലൂസായിട്ട് വേണം പായസം ഉണ്ടാക്കാൻ. ഫസ്റ്റ് ലൂസായിട്ടിരുന്നാൽ നമ്മൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല പാകത്തിനുള്ള അളവിൽ പായസം ഇരിക്കും. ഇത് ശർക്കരയ്ക്ക് അതിട്ട് കുറേ സമയം തിളപ്പിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും തിളപ്പിക്കണം. അതിനുശേഷം പാല് ചേർക്കാവുള്ളൂ. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പാലൊക്കെ ചേർക്കാം. ഇതിപ്പോൾ 1/2 ലിറ്റർ പാലേ ഞാൻ എടുത്തുള്ളൂ. അത് ഫുൾ മിൽക്ക് എടുത്തിട്ടില്ല. 1/2 ലിറ്റർ പാല് തിളപ്പിച്ചെടുത്തതാണ്. അത് ഫുള്ള് ചേർത്തു. ഈ പായസത്തിൽ കൗ മിൽക്കാണെന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഞാനിത് ഉണ്ടാക്കി കൊടുത്തിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല ഇത് പശുവും പാൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. അതുകൊണ്ട് നിങ്ങളൊക്കെ ട്രൈ ചെയ്യൂ. ഈ തേങ്ങ ചിരവാനും പിഴിയാനും ഒക്കെ മടിയുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാം. വളരെ എളുപ്പമാണ്. ഞാൻ നോക്കിയിട്ട് പായസം ഉണ്ടാക്കുന്ന ഒരു പണിയേ അല്ല. പായസപ്രേമികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വയ്ക്കാതെ തിളച്ച് തൂവാൻ ചാൻസ് ഉണ്ട്, പാലായതുകൊണ്ട്. പാലിട്ട് കുറച്ചുകൂടെ നേരം നന്നായിട്ട് തിളയ്ക്കണം ഈ ഇതെല്ലാം കൂടെ. ഇതിവിടെ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഏലക്കാപ്പൊടിയും ചുക്കുമാണ്. ഇത് ശരിക്കും പാലിൽ മിക്സ് ചെയ്തിട്ടിരുന്നെങ്കിൽ ഈ പ്രോബ്ലം വരില്ലായിരുന്നു, ഈ കട്ട പിടിക്കുന്ന പ്രോബ്ലം. ഞാൻ പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ അങ്ങ് ഇട്ടു. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇടാൻ. ഇതിപ്പം ലയിച്ച് ചേർന്നോളും, പക്ഷെ ടൈം എടുക്കും. കുറേ സമയം ഇളക്കേണ്ടി വരും. പാല് ചേർത്തിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ചേർന്നോളും. അതാണ്. അതിപ്പം നോക്കണം. ഇതിൽ 1 നുള്ള് ഉപ്പ് ഞാൻ ഇട്ടായിരുന്നു. 1 നുള്ള് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ കിസ്മിസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നെയ്യിൽ. നെയ്യ് 1 സ്പൂൺ ചേർക്കണം. നെയ്യ് നമ്മുടെ ഓപ്ഷനിലാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം, നെയ്യുടെ മണമൊക്കെ ഇഷ്ടമാണെങ്കിൽ. പിന്നെ നെയ്യിൽ വറുത്ത കാഷ്യൂ ആൻഡ് റൈസൻസും ചേർക്കാം. ഞാനിതിൽ കോക്കനട്ട് യൂസ് ചെയ്തിട്ടേ ഇല്ല. തേങ്ങാക്കൊത്ത് വറുത്തിട്ടിട്ടില്ല, തേങ്ങാപ്പാലും ചേർത്തിട്ടില്ല. അപ്പം തേങ്ങ താല്പര്യമില്ലാത്തവർക്ക് ഈ പായസം ഉണ്ടാക്കാം. പായസം റെഡിയായി. നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സാണ്. നല്ല ടേസ്റ്റായിരുന്നു ഈ പായസത്തിന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും പായസം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണം. ഓക്കെ, പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. എങ്ങനെയുണ്ട് പായസം? നല്ലതല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ. ബൈ, ഹാവ് എ നൈസ് ഡേ.